തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ അത്യധികം സജീവമായാണ് നടക്കുന്നത്. പോസ്റ്റർ ഒട്ടിക്കലും ചുമരെഴുത്തും വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണവും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെയായി ഒരു ധാരണയുമില്ലാതെ കാശെടുത്ത് വീശുന്നവരാണ് പലരും. അങ്ങനെ പണം ചെലവഴിക്കുന്നവരൊക്കെ പിന്നീട് വലിയ കുരുക്കുകളിൽ ചെന്ന് വീഴാറുമുണ്ട്. കാരണം ഇതിനെല്ലാത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കണക്കുണ്ട്. അത് ലംഘിക്കാൻ പാടില്ല. പോൾ പോട്ടിലേക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കഷ്ടപ്പാട് ചെലവിന്റെ കാര്യത്തിലാണ്. ചെലവ് ചെയ്യാവുന്ന തുകയെക്കുറിച്ച് ധാരണയില്ലാതെ കാശെടുത്ത് വീശുന്നവരാണ് പലരും. അങ്ങനെ പണം ചെലവഴിക്കുന്നവരൊക്കെ പിന്നീട് വലിയ കുരുക്കുകളിൽ ചെന്ന് വീഴും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നേരിടും. ചെലവഴിച്ച തുകയുടെ കണക്ക് നൽകാതിരുന്നാൽ നടപടി പിന്നാലെ വരും. പരിധി ലംഘിച്ചു ചെലവ് ചെയ്താൽ അയോഗ്യത വരെ ഉണ്ടാകും. പരിധി ലംഘിച്ച് ചെലവ് ചെയ്തതിനും കണക്ക് നൽകാത്തതിനും സ്ഥാനം നഷ്ടമാകുന്ന സ്ഥിതി വരെ ഉണ്ടാകും. ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക 25,000 രൂപയാണ്. പോസ്റ്റർ ഒട്ടിക്കാനും ചുമരെഴുതാനും വീടുകൾ കയറി ഇറങ്ങുമ്പോഴുള്ള ചെലവിനും വണ്ടി വിളിക്കാനും മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് നടത്താനുമെല്ലാം അനുവദിച്ചിട്ടുള്ളത് ഈ തുക മാത്രമാണ്. നഗരസഭാ വാർഡിലും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും ചെലവഴിക്കാവുന്നത് 75,000 രൂപയാണ്. 3.25 ലക്ഷം രൂപയിൽ ചെലവുകൾ ഒതുക്കണം. ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മത്സരിക്കുന്നവർക്ക് അല്പം കൂടി ഇളവുണ്ട്. 1.5 ലക്ഷം രൂപ ചെലവഴിക്കാം. പ്രചാരണ സാമഗ്രികൾക്കുൾപ്പെടെ ഇതിലേറെ ചെലവ് വന്നാൽ നടപടി ഉറപ്പാണ്. ചെലവ് നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിരീക്ഷകർ മിക്ക വാർഡുകളിലും എത്തും. വരുത്തിയ ചെലവുകളും നൽകിയ കണക്കുകളും പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നടപടി ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചോ തോറ്റോ എന്നതിന് പ്രസക്തിയില്ല. 30 ദിവസത്തിനകം കണക്ക് നൽകിയിരിക്കണം എന്നാണ് നിബന്ധന. കെട്ടിവെക്കുന്ന തുക തിരികെ കിട്ടണമെങ്കിൽ നടപടികളെല്ലാം പൂർത്തിയായിരിക്കണം. ഗ്രാമപഞ്ചായത്തിലേക്ക് 2,000 രൂപയാണ് മത്സരിക്കാനായി കെട്ടിവെക്കേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും 4,000 രൂപ. ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും 5,000. പട്ടികജാതി വർഗ വിഭാഗങ്ങളിലുള്ളവർ ഇതിന്റെ പകുതി തുക കെട്ടിവെച്ചാൽ മതി. ഗ്രാമപഞ്ചായത്തിലേക്കൊക്കെ സ്വതന്ത്രരായി മത്സരിക്കുന്ന പലരും ഈ നടപടികൾ പൂർത്തിയാക്കാൻ മെനക്കെടാറില്ല. അടുത്ത തവണ മത്സരിക്കാൻ എത്തുമ്പോഴാണ് പ്രശ്നം തിരിച്ചറിയുന്നത്. അങ്ങനെ കുഴപ്പത്തിലായ നിരവധി പേർ ഇത്തവണയും ഉണ്ടായിരുന്നു.